മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് കെ പി നൌഷാദ് അലി MLA. മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പാടില്ല എന്നോ ഉച്ചഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോ ഇല്ലല്ലോ. മുഖ്യമന്ത്രി പട്ടിണി കിടക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് അനൗചിത്യമാകുന്നത് എങ്ങനെയെന്നും കെ പി നൌഷാദ് അലി ചോദിച്ചു. അല്ലെങ്കിൽ മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഈ രൂപത്തിലൊന്നും പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി ഇപ്പോൾ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സോണൽ, അപ്പോൾ ഇന്നലെ ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അതേസമയം തന്നെ വലിയ വെള്ളക്കെട്ടും ദുരിതവും നാട്ടുകാർ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് തമ്മിലൊരു ഔചിത്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രചാരണവും കൂടി പ്രതിപക്ഷം വ്യാപകമായി തന്നെ നടത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇന്നോ ഇന്നലെയോ ആണെന്ന് തോന്നുന്നു ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിനും മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വലിയ തോതിൽ വിമർശന വിധേയമാവുന്നുണ്ട്. മുഖ്യമന്ത്രി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വിമർശനം. പക്ഷേ എപ്പോഴും മുഖ്യമന്ത്രി ഏറ്റവും അടുത്ത സന്തത സഹചാരിയാണ് നൌഷാദ് അലി MLA. അപ്പോൾ അവർ ന്യായീകരിക്കുകയാണല്ലേ സോണൻ? തീർച്ചയായിട്ടും ഷാസ്, ഇന്നലെയാണ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി മലപ്പുറം ജില്ലയിൽ മുഖ്യമന്ത്രി എത്തുന്നത്. ഉച്ച സമയമായപ്പോൾ മുതിർന്ന നേതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ഹരിദാസിനെ കാണാൻ വേണ്ടിയിട്ടാണ് പൊന്നാനിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതിനിടയിൽ ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത് യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള ഫൈസൽ ബാഫയ്ക്ക് തങ്ങളുടെ വീട്ടിലായിരുന്നു. അങ്ങനെ അവിടേക്കാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ദൃശ്യങ്ങളെയാണ് ഇടതുപക്ഷ ആളുകൾ, നേതാക്കന്മാരുൾപ്പെടെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് തൊട്ടപ്പുറത്ത് ഈ വീടുകൾ തകർന്ന് അല്ലെങ്കിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരെ പോലും കാണാതെ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ വന്നു, അത് അനൗചിത്യകരമാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് CPM നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയുമായിട്ടാണ് ഇപ്പോൾ നൌഷാദ് അലി MLA കൂടി, പൊന്നാനി MLA കൂടി ആയിട്ടുള്ള നൌഷാദ് അലി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പട്ടിണി കിടക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി നൌഷാദ് അലി MLA പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് മഴക്കാലത്ത് എവിടെയും പോകാൻ പാടില്ല എന്നാണോ, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണോ ഇവരുടെയൊക്കെ ചിന്താഗതി എന്നുള്ളതാണ്. ഇത് തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളാണ്, രാഷ്ട്രീയമാണ് ഇതിനുള്ളിലെ, പൊളിറ്റിക്സ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്താഗതി അവർക്കൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് നൌഷാദ് അലി ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കും. എന്തായാലും ഈ വിഷയത്തെ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ നേരിട്ടത് അതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ VD സതീശനെ താരതമ്യം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രചാരണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം അതിനെ ന്യായീകരിക്കുന്ന ഒരു രീതി കൂടിയാണ് ഇപ്പോൾ നൌഷാദ് അലി സ്വീകരിച്ചിരിക്കുന്നത്. ഷിഹാസ. ശരി, സോണൽ കൃഷ്ണയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.